അയ്യോ, കടലിലേക്ക് ഇരച്ചു കയറുമെന്ന് തോന്നുന്നു കേട്ടോ. ദൈവമേ, സുനാമി അമ്മോ, കടലരച്ചു കയറി അമ്മോ. കഞ്ഞി കയറ്റിയ സൗണ്ടായിരുന്നു ഇത്. ഞാൻ അവിടുന്ന് കടലിറങ്ങി വരുമായിരിക്കുന്നു. അമ്മമ്മയുടെ ഉദ്ദേശം എന്തോ അമ്മമ്മ? എനിക്ക് മീൻ വറുത്തോ കൂട്ടി കഞ്ഞി ഒന്ന് കുടിക്കണം. മീൻ വറുത്തോ ഇല്ലല്ലോ. നീ നടക്കുന്ന എന്നാ മീൻ വറുത്തത്? അയ്യോ, തുരമ്പെടുത്ത പിച്ചാത്തി അത്. തുരമ്പെടുത്ത പിച്ചാത്തി അല്ല. ചപ്പാത്തി എവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. ചെവിയിലേക്കത്തില്ലത്. പിച്ചാത്തിയായിരുന്നോ? പിന്നെ കഞ്ഞും മട്ടും കാണാൻ മേലാ എടുത്തോണ്ട് വന്നത്. ദൈവം ഇതെടുത്ത് കുടിച്ചേച്ച് ഇവിടെ എങ്ങാനും വെള്ളി കണ്ടിച്ച് പോയി കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഒരു നഷ്ടം സംഭവിക്കുമല്ലായിരുന്നോ? അമ്മച്ചി ആകുമായിരുന്നോ? അല്ലായിരുന്നോ? പിന്നെ ഈ കഞ്ഞിലെല്ലാം കൂടെ എല്ലാം കൂടെ പോകുമല്ലായിരുന്നോ? എന്നാലും ചാകുന്നതിനെ പറ്റി പറയരുത്, കത്തി പോകുന്നതിനെ പറ്റിയാണ്. അതൊരു വടയെ ചാട്ടുന്നിട്ട് ചമ്മന്തി മാത്രമേ ഉള്ളൂ. ആഗ്രഹമുള്ളത് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളൂ. ഞാൻ നാടൻ കെട്ട് തൊലി ഒരിഞ്ഞിട്ട് വരുവന്നെ. രാജന്റെ മോടെ കല്യാണത്തിന് പോയത് ഞാൻ പോയി. എന്റെ പൊന്നമാനെ നല്ല കല്യാണം ഇങ്ങനെ വേണം കല്യാണം നടത്താൻ. ഞാൻ 4 പ്രാവശ്യം കയറി ഒന്നുകയും ചെയ്ത് പിന്നെ ഞാൻ അവിടുന്ന് കുറച്ച് പൊതിഞ്ഞോട്ട് വരികയും ചെയ്ത്. അവിടുത്തെ തമ്പിയായിരുന്നു അവിടുത്തെ പാചകം. ആ പുള്ളി അവിടെ തിന്നാൻ വയ്യായിരുന്നു. എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. അമ്മമ്മ നമ്മൾ ആ കല്യാണം വിളിച്ചിട്ടില്ല. കല്യാണം വിളിച്ചില്ല ഇല്ലെന്ന്. അതുകൊണ്ട് പിന്നെ രാവിലെ നമ്മുടെ വീടിന്റെ കൂടെ പോയത്. പുള്ളി പശുവിനെ കുളിപ്പിക്കാൻ പോയതല്ലേ. എന്തൊരു നാശമെന്ന് ആലോചിച്ച് ഞാൻ ഓർത്ത് കല്യാണം വിളിച്ചെന്നാ ഓർത്ത്. ഞാനാണ് ആ പുള്ളിയുടെ തന്തേനെ 500 കടവും മേടിച്ചു. നിങ്ങളെ കൊണ്ട് എനിക്ക് സൗകര്യമില്ല. ഞാനിത് എന്തോ ചെയ്തെന്ന് ഞാൻ അവനിപ്പോ ഞാനിവിടെ ഭാരമായി. എന്റെ അച്ഛനും അമ്മ എന്തിനാ എന്നെ വിട്ടിട്ട് പോയി? എന്നെ കൂടെ കൊണ്ടുപോകാൻ വയ്യായിരുന്നോ? പിന്നെ അവരവിടെ കറങ്ങാൻ പോയല്ലോ. എന്നെ കൂടെ കൊണ്ടുപോകാം. കൊണ്ടുപോകാം. അമ്മച്ചി ഒരു കാര്യം ഞാൻ പറഞ്ഞു. എന്നതാ നിനക്കിപ്പോ? ലില്ലി ആന്റിയുടെ വീട്ടിൽ പോയി 2 മണിക്കൂർ ഒന്നിരിക്കാവോ? ഞാൻ പോകുന്നില്ല. അവിടെ അമ്മച്ചി കുഴപ്പമില്ല. അമ്മച്ചിന് പോയില്ല. നമ്മുടെ അവിടെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല. കയറാൻ പറ്റിയ വീടല്ലെന്നത്. അവിടെയൊക്കെ കൈയിട്ടൊക്കെ കാലിച്ചു. മാത്രമല്ല ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ ലില്ലിയുടെ കെട്ടിയത് തന്നെ ഒരുമാതിരി നോട്ടവും അതുമെല്ലാം നമ്മൾ വല്ലതും വർത്താനം പറയും. നാട്ടുകാർ കണ്ട വേറെ വല്ലതും പറയും. ഇന്നത്തെ കാലം അതാണ് ഈ പറയുന്നത്. പുള്ളി ഡീസന്റ് മനുഷ്യനാണ്. പുള്ളി ഡീസന്റ് ആയിരിക്കും. പക്ഷെ എന്നെ എനിക്ക് വിശ്വാസമില്ല. ഞാൻ തെറിയാൻ വിളിച്ചു പറയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്റെ അമ്മച്ചി ഞാൻ മുഖത്തടിച്ചൊരു കാര്യം ഞാൻ പറയാം. നിനക്ക് എന്നതാ നിനക്ക്? എനിക്ക് 41 വയസ്സുണ്ട്. അതിനിപ്പോ ഞാനെന്താണ്? എന്റെ എല്ലാ കല്യാണ ആലോചന മുടങ്ങി നിങ്ങൾ ഒറ്റ എടുത്ത് കാണണോ? ഇല്ലാതെ വളർത്തി ഞാൻ അവന്റെ കല്യാണം മുടക്കുന്നത്. കല്യാണം നിങ്ങൾ വയ്യൊന്ന് കറിയാതെ ആലോട്ട് നിങ്ങൾ ഞാൻ തല്ലി കൊല്ലുമായിരിക്കും. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിന്റെ കല്യാണം മുടങ്ങുന്നത് ഞാൻ കാരണമല്ല. എടാ കുഞ്ഞെ, ഈ പെണ്ണ് കാണാൻ വേണ്ടി ചെല്ലാൻ നേരത്ത് നിന്നെക്കാട്ടിലും കാണാൻ കൊള്ളത്തില്ലാത്തവന് വേണം കൂട്ടത്തിൽ കൊണ്ടുപോകാൻ. സൗന്ദര്യം ഉള്ളവനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ ശ്രദ്ധ തെറ്റും. മനസ്സിലായോ? മനസ്സിലായി. അല്ല, നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല, ഈ കലയെ ആരെ വിളിച്ചോണ്ട് പോകാനല്ലേ? അത് തന്നെ. ഞങ്ങളെ കൂടെ സൗന്ദര്യം ഇല്ലാത്ത നീ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ആകെ ഉള്ളത് ഒരു കരയാമയും വിളിച്ച് പെണ്ണ് കാണാൻ പോകാൻ പറ്റും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അല്ലെ, എന്റെ പ്രായമാണല്ലോ സാൾട്ടസ്. സാൾട്ടസ് ആണോ? അവനും 40 ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു തന്നു. അവന്റെ ഭാര്യ 3 പ്രസവിച്ച്. എന്നിട്ട് ഇളയും കുഞ്ഞിനെ പിടിച്ചോണ്ട് ആ ടെറസിന്റെ മേളിൽ ചെന്ന് എന്നെ പൊക്കി കാണിക്കും. കൈ പൊക്കി കാണിക്കുന്ന സമയത്ത് എനിക്കും ആഗ്രഹമില്ല. അമ്മ കുഞ്ഞിനെ ഒന്ന് എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അമ്മച്ചോട് പറയണ്ട. ഞാൻ എത്ര നാളോട് അമ്മച്ചോട് ഞാൻ പറഞ്ഞു. അമ്മയോട് പറഞ്ഞല്ലേ അമ്മയ്ക്ക് ബന്ധം. അമ്മയോട് പറയണ എന്നാലും അമ്മച്ചിക്ക് മനസ്സിലാവുള്ളൂ. അമ്മച്ചോട് ഞാൻ പറഞ്ഞില്ലേ അമ്മച്ചി? കൊച്ചിലേക്ക് കൊണ്ടുവരാ അവനല്ല, എന്റെ ചോരെ പിറന്ന ഒരു കുഞ്ഞിനെ എനിക്ക് എടുക്കണമെന്ന് ആഗ്രഹമില്ല. അങ്ങനെയായിരുന്നു. അതിപ്പോ ചാട്ടന്റെ ഭാര്യയോട് പറഞ്ഞാൽ പോലെ. ആ കൊച്ചിലേക്ക് എന്താണ് വിളിക്കുന്നത്? അവള് ബ്രോക്കറല്ലേ? അവളോട് പറഞ്ഞ നിനക്ക് പറ്റിയൊരു പെങ്കൊച്ചിനെ അവള് കെട്ടിച്ച് ചേർത്തി. വേണ്ട, ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്റെ മീനെ ഞാൻ നെഞ്ചത്തോട് ചേർത്ത് വെക്കാൻ തീരുമാനിച്ചു. ചെതുമ്പലും ഉണക്കുമല്ലോ. ഞാൻ പ്രേമിക്കുന്ന പെണ്ണ. പ്രേമൊക്കെ ഉണ്ടോ? നല്ല പപ്പയും മീനയും കൂടി ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് തിന്നേച്ച് നമുക്ക് ബാക്കി കാര്യമില്ല. കപ്പയും മീനും അല്ല, പപ്പയും മീനും കൂടി ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അച്ഛൻ അവിടെ അച്ഛൻ. ഓ, മനസ്സിലായില്ലേ? നല്ല കൊച്ചാണോടാ? ഏതാ നല്ല പെൺകൊച്ചു വല്ലതും ആണോ? എന്റെ അമ്മൂമ്മ കണ്ടു കഴിഞ്ഞ നമ്മൾ മുഖത്ത്
കണ്ണെടുക്കും. അത് വേണം കാര്യം. മറ്റുള്ളവരുടെ സമയം നമ്മുടെ ആ കൊച്ചും നീയും കൂടെ പോകുമ്പോ അവരാരും കളിയാക്കരുത്. അത്രേ ഉള്ളൂ. ഈ കടയിൽ അങ്ങനത്തെ ഒരു പെണ്ണില്ല. അങ്ങനെയാ? പിന്നെ ഉണ്ട്, അവിടെ ഫോട്ടോ ഉണ്ടല്ലോ. ഫോട്ടോ ഉണ്ടോ? നോക്കട്ടെ അമ്മ, ഒന്ന് നോക്കട്ടെ അമ്മ. ഉമ്മയുടെ അനുഗ്രഹം വേണം. അപ്പൊ തുണി പണിയൊന്നുമില്ല. അയ്യോ മാറിപ്പോയി. ഇത് കൊള്ളാം. നല്ല പെണ്ണ, നല്ല പെണ്ണ കേട്ടോ. എങ്ങണ്ട്? നല്ല പെണ്ണ, നല്ല പെണ്ണ. അതോ? ആ നല്ല പെണ്ണ. അപ്പോഴേ വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ചെറിയ ജാതക ദോഷമുണ്ട്. ജാതകദോഷം അല്ലാതെ ഞാനൊക്കെ പെരക്കത്ത് കയറ്റുമല്ല. എന്റെ കുടുംബം നിലമ്പത്തി ഞാൻ സമ്മതിക്കുകയല്ലെന്ന്. കുടുംബോ? ഈ കാണുന്നോ? ഒരു കഴിക്കൊല്ലം കൂടെ ചെതല് തിന്നാൽ ഞങ്ങളുടെ കുടുംബം അതപ്പതിക്കുക. ഇവിടെ വീഴുക കുടുംബം. എത്ര പ്രാവശ്യം ഇതൊന്നും പറയാനൊന്നും വേണ്ട. ഈ ജാതകദോഷമുള്ളവരെ ഈ വീട്ടിൽ കയറ്റിയ ഞാൻ ഈ കുടുംബത്തിൽ ഞാൻ കേട്ടതില്ല. മാത്രമല്ല എന്റെ ഒരു തരി സമ്പാദ്യം ഞാൻ അത് കൊടുക്കുകയില്ല. അതിലെ ഞാൻ അങ്ങനെ പറയുന്നത് ഒരു തരി സമ്പാദ്യം ഞാൻ കൊടുക്കുകയല്ല അവർക്ക്. എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ പുള്ളിക്കാരിയുടെ സമ്പാദ്യം എന്ന് പറഞ്ഞ ഈ ട്രെങ്ക് പെട്ടി പോലുള്ള തകിട. ഇതിൽ കൂടുതൽ വേറെ എന്തെങ്കിലും കയ്യിൽ ഇല്ല, ഞാൻ ഇവിടെ കേട്ടിട്ടില്ല. അതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. വേറെ നിസ്സാര കേസ് അത് ഞാനിപ്പോ പൂജാരിയുടെ അടുത്ത് അന്വേഷിച്ചു. ഈ മൂലത്തിന് അർത്ഥം പറ്റുമോ? ഇല്ല മാറി പറ്റുമല്ല. കാരണം അതിനകത്ത് ഇങ്ങനല്ലേ ഇരിക്കുന്ന. അവിടെ വെച്ച് നിങ്ങൾ താഴെ പോകും. നക്ഷത്രത്തിന്റെ കാര്യം ചോദിച്ചേ. നക്ഷത്രം ദൈവമേ, എനിക്ക് നീ എന്താ നല്ല ആഹാരം വെച്ചിരുന്നു. ഞാൻ ഇത്രയും ഞാൻ ചോദിക്കുന്നില്ല. ഇപ്പൊ ഈ ഇതാ പിടിയെന്ന് പറഞ്ഞ ഒരു പെണ്ണ് കെട്ടേണ്ട കാര്യം ഉണ്ടോ? അല്ല ഉണ്ടോ നിനക്ക്? 41 വയസ്സ്. എന്റെ മുഖത്തോട് നോക്കിയമ്മ ഒട്ട് കീറിയല്ലോടാ കണ്ണിന്റെ സൈഡൊക്കെ. ഒരു കാര്യം പറയാം. ഞാൻ പറയുന്നത് ഇപ്പൊ നിനക്ക് കല്യാണത്തിന്റെ ആവശ്യം. ഈ അമ്മയ്ക്ക് നിനക്ക് എല്ലാ കാര്യം എന്റെ മക്കളെ അറിയാക്കണം. വൈകിട്ട് കിടക്കാൻ നേരത്തെ കഞ്ഞിയും പയറും മാത്രമോ ഫ്രൈയും കൂടെ ഉണ്ട് അതിന്റെ കൂട്ടത്തില്. ഇവരുടെ ഫ്രൈ എന്താന്നറിയോ? ഉണ്ടമ്മള് അടുപ്പിലോട്ട് പൊട്ടിച്ചേരുക. അതാ ഫ്രൈ. ഏത് തലമുറ ചെയ്തു. ശരി, വൈകിട്ട് കഞ്ഞി പേര് ഓക്കെ. നിങ്ങൾ ഉച്ചയ്ക്ക് എന്താ വരുന്നത്? അഞ്ഞിയും പേരും രാവിലെ അഞ്ഞിയും പേരും. എനിക്കറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. നിങ്ങൾ സർക്കാർ സ്കൂളിലെ തള്ളയാണോ അതോ എന്റെ തള്ളയാണോ? ഇതിപ്പോ വീട്ടിലുള്ളതല്ല ഉണ്ടാക്കിയാൽ കൊണ്ട് തരാൻ പറ്റുള്ളൂ. അല്ല, ഒരു പെങ്കൊച്ചു വന്നു കഴിഞ്ഞാൽ എന്നെ സെറ്റ് ആകത്തില്ലേ? ഒരു പെൺകൊച്ചൂടെ വേണ്ട. നീ ആ പെണ്ണിന്റെ കാര്യം ഇവിടെ വിട്ടേ. എന്റെ അപ്പൂപ്പൻ ഉണ്ടായിരുന്നു. അപ്പൂപ്പനോട് പറഞ്ഞ അപ്പൂപ്പന് മനസ്സിലാവുക. എനിക്ക് സങ്കടമായിട്ട് നെഞ്ചു കൊണ്ടു അതിയാലും അത്തപ്പം കറിഞ്ഞിട്ടില്ല, കിടന്ന് കരയുക. അയ്യോ, വിളിക്കുന്നു. ഹലോ, അതെന്തൊരു ചതിയാ നീ കാണിക്കുന്നത്? ഇത് ചതിയായി പോയി കേട്ടോ. ഞാൻ കാണിച്ചു തരാം. എനിക്ക് ജീവനുണ്ട്, ഞാൻ കാണിച്ചു തരാം. എന്റെ വീട്ടുകാർ നിങ്ങൾ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ടുണ്ട്. എന്നോട്ടുള്ള കല്യാണത്തിന് അവിടെ അച്ഛന് ഇഷ്ടമല്ല പോലും. അവനെ ഒരു തമിഴ്നാട്ടിലെ ചെറിയ പയ്യനെ കൊണ്ട് കെട്ടിക്കാനുള്ള പരിപാടിയാണ്. അവൻ പോയി. ഇതിപ്പോ ഈ കഴിഞ്ഞ ബമ്പറിലോട്ട് ഒരു അവസ്ഥയായി ഇവന്റെ കാര്യം. എന്തോ മലയാളികളെല്ലാം ബമ്പർ അടിക്കുമെന്നും പറഞ്ഞുള്ള പൈസ എല്ലാം കൊടുത്ത് ബമ്പർ എടുത്തെടുത്തെടുത്തടിയെന്ന് അടിച്ചതോ തിരുപ്പൂരുള്ള ഒരു തമിഴൻ. ഞാൻ ഒന്നും കൂടെ ഒന്ന് വിളിച്ചു നോക്ക്. എനിക്ക് വേണ്ട. എനിക്ക് അവളെ വേണ്ട. ചിലപ്പോ വേറെ വല്ല പ്രോത്സാഹന സമ്മാനം കാണുമെന്ന്. അമ്മച്ചി.